രണ്ട്, ഈ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ മന്ത്രി മുനമ്പത്തെ ആളുകളെ കേൾക്കുകയും അതനുസരിച്ച് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി താൽക്കാലികമായി നൽകുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചതാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. അന്ന് കെ.പി. എ. മജീദ് നിയമസഭയിലോട്ട് സബ്മിഷൻ കൊണ്ടുവന്നു. അതിപ്പോഴും പൊതുരേഖയുടെ ഭാഗമാണ്. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി നേതൃത്വം കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം എസ്.സി. കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. അങ്ങനെ ഈ വിഷയത്തിൽ മുനമ്പത്തെ ഭൂ ഉടമകൾക്കെതിരായി നിലപാടെടുത്ത നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പണ്ടേ തീർക്കേണ്ട വിഷയമായിരുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക്, മുനമ്പത്തെ ആളുകളെ കയ്യേറ്റക്കാർ എന്നാണ് UDF നിയമസഭയിൽ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം നൽകിയത്. ഇത് നിയമലംഘനമാണ്. 12/12/2022 അതായത് ഈ നിയമസഭയുടെ കാലയളവിൽ UDF സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ച് പ്രസംഗിച്ച കാര്യമാണിത്. ഇപ്പൊ പിന്നെ ഞങ്ങൾ മുനമ്പത്തെ കൈവശാവകാശത്തിനൊപ്പമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?